ഇക്കുറിയെങ്കിലും ആകെ മെഡൽ നേട്ടം രണ്ടക്കത്തിൽ എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സംഘം പാരീസിലെത്തുന്നത്. 117 താരങ്ങളാണ് വിവിധ ഇനങ്ങളിലായി രാജ്യത്തിനു വേണ്ടി കളത്തിലിറങ്ങുക. ടീമിൽ 7 മലയാളികളാണുള്ളത്. അത്ലറ്റിക്സിലാണ് കൂടുതൽ താരങ്ങൾ മത്സരിക്കുന്നത്. 18 പുരുഷന്മാരും 11 വനിതകളും ഉൾപ്പെടെ 29 പേർ. ജാവലിംഗ് ത്രോ താരം നീരജ് ചോപ്രയിൽ തന്നെയാണ് ഉറച്ച മെഡൽ പ്രതീക്ഷയുള്ളത്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിൽ മലയാളി താരങ്ങളായ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ എന്നിവർ കളത്തിലിറങ്ങും. ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കറാണ് അത്ലറ്റിക്സിലെ മറ്റൊരു മലയാളി സാന്നിധ്യം. ബോക്സിംഗിലും ഗുസ്തിയിലുമായി 12 പേർ ഗോദയിലെത്തും. ബോക്സിംഗിൽ ലോവ്ലിന ബോർഗോഹെയ്നും 2 തവണ ലോക ചാമ്പ്യന്മാരായ നിക്കത്ത് സെരീനും മെഡലടിച്ചിടുമെന്നാണ് പ്രതീക്ഷ. ഏറെ മെഡൽ കൊയ്തിരുന്ന ഗുസ്തിയിൽ അമൻ സെഹ്റാവാത്ത് മാത്രമാണ് പുരുഷ വിഭാഗത്തിലുള്ളത്. വനിതകളിൽ പരിചയസമ്പത്തുമായി എത്തുന്ന വിനേഷ് ഫോഗട്ടും 6ാം റാങ്കുകാരി ആൻഡിം പങ്കലും ഗോദയിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ പോന്നവരാണ്. മലയാളി താരം PR ശ്രീജേഷ് ഉൾപ്പെട്ട ഹോക്കി ടീം നിലവിലെ വെങ്കല നേട്ടം സ്വർണ്ണമാക്കാനാണ് എത്തുന്നത്. പരിക്കലട്ടുന്നുണ്ടെങ്കിലും ഭാരോദ്വഹനത്തിൽ നിലവിലെ വെള്ളി മെഡൽ ജേതാവ് മീരാബായ് ചാനു ഇത്തവണ സ്വർണ്ണമുയർത്തുമെന്നാണ് പ്രതീക്ഷ. നിരവധി മെഡൽ പ്രതീക്ഷയുള്ള അമ്പെയ്ത്ത് ഷൂട്ടിംഗ് റേഞ്ചിൽ 21 പേരാണ് സ്വർണം ഉന്നമിട്ടിറങ്ങുക. ഉറച്ച മെഡൽ പ്രതീക്ഷയായ ബാഡ്മിന്റണിൽ PV സിന്ധുവും മലയാളി താരമായ H പ്രണോയ് ഉൾപ്പെടെ 7 പേരാണ് റാക്കറ്റ് എന്തുന്നത്. ഇന്ത്യൻ ടീമിലെ സീനിയർ താരം റോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ പുരുഷ ഡബിൾസിൽ ഇറങ്ങും. ടേബിൾ ടെന്നീസ്, നീന്തൽ, സെയിലിംഗ്, അശ്വാഭ്യാസം, ജൂഡോ, തുഴച്ചിൽ എന്നിവയാണ് ഇന്ത്യ പങ്കെടുക്കുന്ന മറ്റിനങ്ങൾ. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.